ഹലോ, ഇന്നത്തെ സ്പെഷ്യൽ എല്ലാവർക്കും ഇഷ്ടാവുന്ന ടേസ്റ്റി ആയിട്ടുള്ള മീനച്ചാറാണ്. മീനച്ചാർ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മീനച്ചാർ തയ്യാറാക്കാനായിട്ട് ചൂരമീനാണ് എടുത്തിട്ടുള്ളത്. ചൂരമീൻ ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറിയ പീസുമാക്കണ്ട, തീരെ വലിയ പീസുമാക്കണ്ട. മീൻ അച്ചാറിടുമ്പോൾ മീനിൻ്റെ മുള്ളിൻ്റെ ഭാഗം ഒന്ന് മാറ്റിയെടുക്കണം. ദശ കട്ടിയുള്ള ഭാഗങ്ങൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ. ഇത് ഏകദേശം 3 കിലോ അളവിലാണ് മീൻ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി, മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് മീൻ കഷ്ണത്തിലേക്ക് ആവശ്യമായ ഉപ്പ് മതി. ഇനി ഇവയെല്ലാം ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. മസാലകളെല്ലാം മീനിലേക്ക് പിടിക്കുന്ന രീതിയിൽ യോജിപ്പിച്ചെടുക്കണം. ഒന്നെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ കൈ വെച്ചിട്ടോ നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണം. ഇനി ഇത് കുറഞ്ഞത് 30 മിനിറ്റെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അത്രയും സമയം കൊണ്ട് തന്നെ മസാലകളെല്ലാം തന്നെ മീൻ കഷ്ണത്തിൽ പിടിച്ചിട്ടുണ്ടാവും. ഇനി ഇത് പൊരിച്ചെടുക്കാം. അതിനു വേണ്ടി ഒരു ഇൻഡാലിയത്തിൻ്റെ ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വരുന്ന സമയം എണ്ണ ചേർത്ത് കൊടുക്കണം. നല്ലെണ്ണ വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. നല്ലെണ്ണ അല്ലാതെ വേറെ ഒരു എണ്ണയിലും ഇതുപോലെ മീനച്ചാർ തയ്യാറാക്കരുത്. കാരണം മീനച്ചാർ കുറച്ചധികം കേടുകൂടാതെ സൂക്ഷിക്കാൻ വേണ്ടിയാണ്. നല്ലെണ്ണയിൽ തയ്യാറാക്കുമ്പോഴാണ് അച്ചാറിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ കേട് കൂടാതിരിക്കുകയും ചെയ്യും. എണ്ണ നല്ലതുപോലെ ചൂടായതിന് ശേഷം വേണം മീൻ കഷ്ണങ്ങൾ ചേർക്കാനായിട്ട്, അല്ലെങ്കിൽ മീനിൻ്റെ മസാലകൾ എണ്ണയിൽ പകരും. മീൻ കുറച്ച് ഇട്ട് വറുത്തെടുക്കണം. മീൻ കഷ്ണം ചേർത്ത് കൊടുത്ത ഉടൻ തന്നെ ഇളക്കി കൊടുക്കരുത്. മസാലകളൊക്കെ പൊടിഞ്ഞു പോകും. 1-2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് മീൻ കഷ്ണങ്ങൾ ചെറുതായി മുരിഞ്ഞു വരുന്ന സമയത്ത് ഇളക്കി കൊടുത്താൽ മതി. മീൻ സാധാരണ പൊരിച്ചെടുക്കുന്ന അതേപോലെ അല്ല, കുറച്ചുകൂടെ ഒന്ന് മുരിഞ്ഞ് വേണം പൊരിച്ചെടുക്കാൻ. ഒരുപാട് ഹാർഡായി പോവാൻ പാടില്ല. മീഡിയം അളവിൽ വേണം പൊരിച്ചെടുക്കാൻ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഈ രീതിയിൽ പൊരിച്ചെടുക്കാം. മീൻ കഷ്ണങ്ങൾ മൊരിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഒന്ന് കോരി മാറ്റാം. ഇതുപോലെ മൊത്തം മീനും ഒന്ന് പൊരിച്ചെടുക്കണം. എണ്ണയുടെ അടിയിലുള്ള മസാലപ്പൊടിയും കോരി മാറ്റണം. അതുകൂടെ നമുക്ക് ആവശ്യമായിട്ടുണ്ട്. എല്ലാ മീൻ കഷ്ണങ്ങളും ഇതുപോലെ ഒന്ന് ഞാൻ ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട്. മീൻ ഫ്രൈ ചെയ്തെടുത്ത എണ്ണയിൽ തന്നെ കടുകിട്ട് കൊടുത്ത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് വേണ്ട ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില, പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത്. ഇഞ്ചി ഞാൻ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പേസ്റ്റ് പോലെ ആകേണ്ടതില്ല. ഇതെല്ലാം എണ്ണയിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മുടെ എരിവിനനുസരിച്ചുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കായപ്പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഫ്ലെയിം ഈ സമയത്ത് സിമ്മിൽ വെച്ച് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. മീനിലേക്ക് ആവശ്യത്തിനുള്ളത് ചേർത്തത് കൊണ്ട് തന്നെ മസാലയിലേക്കുള്ളത് ചേർത്താൽ മതി. ഈ മസാലയുടെ എല്ലാം പച്ചക്കുത്ത് മാറുന്നത് വരെ എണ്ണയിലൊന്ന് വറുത്തെടുക്കണം. മസാലകളെല്ലാം മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 1 കപ്പ് വിനിഗർ ചേർത്ത് കൊടുക്കണം. വിനിഗർ ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ കുറേ നാൾ മീനച്ചാർ കേടാവാതെ ഇരിക്കും. ചെറിയ ഒരു പുളിപ്പ് നമ്മുടെ അച്ചാറിന് കിട്ടും. ഇതെല്ലാം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഫ്രൈ ചെയ്ത മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി ഇതെല്ലാം ഇളക്കി മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഈ സമയത്ത് ഉപ്പ് ടേസ്റ്റ് ചെയ്ത് നോക്കി ഉപ്പ് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇത് ഉണ്ടാക്കി 3-4 ദിവസം കഴിഞ്ഞാലാണ് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുക. ഇത് സൂക്ഷിക്കേണ്ട നല്ലതുപോലെ തണുത്തതിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിയ ബോട്ടിലേക്ക് മാറ്റാം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.